വെൽക്കം ടു SC നീറ്റ് അക്കാഡമി. സോ SC നീറ്റ് അക്കാഡമിയുടെ റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ചിൻ്റെ ഫസ്റ്റ് ബയോളജി ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന്. അത് ബയോളജിയിലെ ബോട്ടണി സെഷനിലാണ് ഈ ചാപ്റ്റർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ ഇന്ന് ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊരു സിലബസിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും. പിന്നീട് സെൽ തിയറി ആൻഡ് പ്രോക്യാരിയോട്ടിക് സെല്ലിലോട്ട് ഒരു ലുക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇൻട്രൊഡക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ആസ് എ ടീച്ചർ വാട്ട് ഐ എക്സ്പെക്ട് ഫ്രം മൈ സ്റ്റുഡൻസ്. അതായത് ഇതിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല ഒരു 180 ഔട്ട് ഓഫ് 180 ഇൻ ബോത്ത് ബോട്ടണി ആൻഡ് സുവോളജി വാങ്ങാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഒന്നിച്ച് ഞാനും, അതായത് നിങ്ങളുടെ ടീച്ചറും കൂടി വർക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മൾ രണ്ടാളും വർക്ക് ചെയ്താലേ നമ്മൾക്ക് ബയോളജിയിൽ 360 സ്കോർ ചെയ്യാൻ പറ്റൂ. എന്നാൽ മാത്രമേ 360 ഔട്ട് ഓഫ് 360 സ്കോർ ചെയ്താൽ നമ്മൾക്ക് പിന്നെ ഫിസിക്സ് ആൻഡ് ബയോളജിയിൽ അത്ര ലോഡ് എടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഐ വോണ്ട് യു ടു ഫോളോ സം സെർട്ടൈൻ ഇൻസ്ട്രക്ഷൻസ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് യു ടു മേക്ക് എ പ്രോമിസ്. അതായത് നോ ബാക്ക്ലോഗ് ഫ്രം ഡേ 1. ബാക്ക്ലോഗ് എന്ന് വെച്ചാൽ ഇന്നത്തെ ക്ലാസ് ഇന്ന് കണ്ടില്ല, അപ്പോൾ നാളെ കാണാമെന്ന് വെച്ചു. സോ ഇന്നലത്തെ ക്ലാസ് ബാക്കിയുണ്ട്. സോ അതിനാണ് ബാക്ക്ലോഗ് എന്ന് പറയാം. സോ ആദ്യം തന്നെ ഐ വോണ്ട് യു ടു പ്രോമിസ് ദാറ്റ് നോ ബാക്ക്ലോഗ്സ് ഫ്രം ഡേ 1. ഇന്നത്തേത് ഇന്ന് തന്നെ കണ്ടു തീർക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് ബയോളജിയാണ്. അത് എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ക്ലാസ് ഇങ്ങനെ അവിടെ നടന്നിട്ട് കേട്ടാൽ മതി, അപ്പോൾ ഞാൻ ആ ടൈമിൽ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ബയോളജീനെ റെഗുലർലി, അതായത് ലെക്ചറിനെ സീരിയസ്ലി നിങ്ങൾ പഠിച്ചേ പറ്റൂ, അറ്റൻറ്റീവായി കേൾക്കണം. പിന്നെ രണ്ടാമത്തേത് ഹോംവർക്ക് ആൻഡ് ടെസ്റ്റ് ഷുഡ് ബി അറ്റംപ്റ്റഡ് ഫ്രം ദ ബിഗിനിങ്. അതായത് ചില ആൾക്കാരുടെ ഒരു ധാരണയുണ്ട്, അതായത് സിലബസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതും. അതൊരിക്കലും പാടില്ല. മോക്ക് ടെസ്റ്റും സ്റ്റാർട്ടിങ്ങിന് തന്നെ മോക്ക് ടെസ്റ്റ് എഴുതണം. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ അതായത് ഹോംവർക്കിൽ ഞാൻ പറ്റുന്നത്ര വെറൈറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ടെസ്റ്റിലും നിങ്ങൾക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അതൊക്കെ നിങ്ങൾ എഴുതണോ, അതായത് നോട്ട്സ് ഉണ്ടാക്കി നോട്ട്സിൽ അതൊക്കെ മെൻഷൻ ചെയ്യണോ എന്ന് ചോദിച്ചാൽ, സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഈ നോട്ട്സിൽ അതായത് നോട്ട്സ് ഉണ്ടാക്കുമല്ലോ, അതിൽ ഈ ക്വസ്റ്റ്യൻസ് ഹോംവർക്കും പിന്നെ ടെസ്റ്റിലുള്ള ഇത് ആഡ് ചെയ്യണമെന്ന്. ഇറ്റ്സ് യുവർ വിഷ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ മെഡീസി എന്നൊരു ബുക്ക് കിട്ടും, അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതുമാണ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ മേക്ക് നോട്ട്സ്. ഓക്കെ, ഇല്ലെങ്കിൽ ഈ PDF തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ന്യൂ NCERT ആണോ അതോ ഓൾഡ് NCERT ആണോ എന്ന്. ന്യൂ NCERT തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ പിന്നെ സുവോളജിയിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാവില്ല ന്യൂ NCERTയിൽ. അത് ഞാൻ പഴയ NCERTയിൽ നിന്ന് ഞാൻ തന്നെ മൊത്തം പഠിപ്പിച്ചും തരാം. ഓക്കെ, പിന്നെ PYQ ചെയ്യാം. 2013 മുതൽ 2024 വരെയുള്ള എല്ലാ PYQസും നിങ്ങൾ ചെയ്യാം. സോ ആസ് എ ടീച്ചർ ഐ വോണ്ട് യു ടു ഡു ദീസ് തിങ്സ്. അതായത് നോ ബാക്ക്ലോഗ്സ്, പിന്നെ ലെക്ചർ നോട്ട് ആൻഡ് ലെക്ചേഴ്സ് സീരിയസ്ലി പഠിക്കാം, പിന്നെ ഹോംവർക്ക് ആൻഡ് ടെസ്റ്റ് ചെയ്താൽ റെഗുലർലി, പിന്നീട് പുതിയ NCERT വായിക്കാം, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇതാണ് ആസ് എ ടീച്ചർ വാട്ട് ഐ വോണ്ട് യു ടു ഡു. സോ ഇനി ലെക്ചറിലോട്ട് കിടക്കാം. സോ ആദ്യം തന്നെ ഞാൻ സം ബേസിക് ടേംസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ബയോളജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഡസ് ബയോളജി മീൻ? പക്ഷേ ബയോളജിയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ബയോളജി ഈസ് ഫോംഡ് ബൈ 2 വേർഡ്സ്, ബയോസ് ആൻഡ് ലോജീസ്. അതായത് ലോജീസ് എന്ന് വെച്ചാൽ ലോഗോസ് എന്ന് ഡിറൈവ് ചെയ്ത വേർഡാണ്. സോ ബയോളജി എന്ന് വെച്ചാൽ ലിവിങ് ഓഫ് സ്റ്റഡി, അതായത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ സ്റ്റഡി, അതായത് സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് പ്രോസസ്സസ്, ഓർ ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത്. അതായത് സ്റ്റോറി ഓഫ് ഇവല്യൂഷൻ അല്ലെങ്കിൽ
ലൈഫ് ആൻഡ് ലിവിങ് പ്രോസസ്സസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനാണ്. അതായത് ലിവിങ് പ്രോസസ്സസ് എന്ന് വെച്ചാൽ ഡിവിഷൻ, ഡൈജഷൻ ആൻഡ് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനാണ് ബയോളജി എന്ന് പറയാം. സോ ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് സെൽ ബയോളജി. സെൽ ബയോളജി എന്ന് വെച്ചാൽ ആ സെല്ലിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സെൽ, അതായത് റീപ്രൊഡക്ഷൻ ഓഫ് ദ സെൽ, അതാണ് സെൽ ബയോളജി എന്ന് പറയാം. ഓക്കെ, സൈറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ചില ബേസിക് ടേംസിനെയാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സൈറ്റോളജി എന്ന് വെച്ചാൽ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പഠിക്കുക, സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പഠിക്കുന്നതിനാണ് സൈറ്റോളജി എന്ന് പറയാം. സോ സൈറ്റോളജിയിൽ നമ്മൾ ഫങ്ഷൻസ് ആൻഡ് ഡിവിഷൻ ഓഫ് സെൽ, അതായത് റീപ്രൊഡക്ഷൻ ഓഫ് എ സെല്ലിനെ കുറിച്ചിട്ട് നമ്മൾ പറയണില്ല. ഇൻസ്റ്റഡ് സൈറ്റോളജിയിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ദ സെൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. സോ ഒന്നും കൂടി നമ്മൾ ഒക്കെ ഇത് ചെയ്താൽ, റിവൈസ് ചെയ്താൽ, ബയോളജി എന്ന് പറഞ്ഞാൽ അതിന് 2 കോമ്പോണൻസ് ഉണ്ട്, ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണിയിൽ നമ്മൾ പ്ലാന്റ്സിനെ പഠിക്കും, സുവോളജിയിൽ ആനിമൽസിനെ കുറിച്ച് പഠിക്കും. ബയോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് പ്രോസസ്സസ്, അതായത് ലിവിങ് പ്രോസസ്സസിൽ ഡൈജഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഡിവിഷൻ വരും. പിന്നെ അല്ലെങ്കിൽ വേറൊരു ഡെഫിനേഷൻ പറയുന്നുണ്ടെങ്കിൽ ഇവല്യൂഷൻ്റെ പഠിത്തം, അതിനെയും കൂടി ബയോളജി എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും വരെ സെൽ ബയോളജി പഠിച്ചു, സൈറ്റോളജി എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, ഓക്കെ സാറേ, ഈ സെല്ലിനെ പറ്റിയിട്ട് പഠിക്കുന്നതൊക്കെ മനസ്സിലായി, പക്ഷേ ഈ സെൽ എന്താണെന്ന് ചോദിക്കും. സെല്ലെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്നത് സെല്ല് കൊണ്ടാണ്. സെൽസ് ചേർന്നാണ് ടിഷ്യൂ ആയത്, ടിഷ്യൂ ചേർന്നിട്ടാണ് ഓർഗൻസ്, ഓർഗൻ ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം, എന്നിട്ടാണ് ഓർഗാനിസം ഉണ്ടാവുക. ഓക്കെ അല്ലേ? അതായത് സെൽ ഈസ് എ സ്ട്രക്ചറലിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് സെല്ലാണ് നമ്മളുടെ മൊത്തം ബോഡി ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഫങ്ഷണൽ എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ കുറേ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അത് സെല്ലിൻ്റെ ഉള്ളിലാണ് നടക്കുക. അതായത് ഒരു സെല്ല് നമ്മളുടെ സ്ട്രക്ചറും ഉണ്ടാക്കും, നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ റിയാക്ഷൻസും ആ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കും. അതാണ് ഫങ്ഷണൽ യൂണിറ്റ്. യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരേ സാധനം കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് എന്ന് പറയുക. അതാണ് സെല്ലെന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനിയാണ് സെല്ലിനെ കുറിച്ചിട്ട് പറഞ്ഞ ചില സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ സെല്ലെന്ന് വെച്ചാൽ തന്നെ സെല്ല് നിങ്ങൾ ഈ പ്രിസണിൽ കണ്ടു കാണും. അതായത് സെൽസ് എന്ന് പറയും, അതായത് ജയിലിൽ, പ്രിസണിൽ സെല്ലെന്ന് പറയും. അവിടെയാണ് ഓരോ ക്രിമിനൽസും ഉണ്ടാവുക. ഓക്കെ, സോ ഈ സെല്ലെന്ന് പറയുന്ന വേർഡ് ഇൻസ്പയർഡ് ആയത് അവിടെ നിന്നാണ്. സോ 1665 റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ഡെഡ് സെൽസ്, അതായത് ക്വയർക്കസ് സബ്രസ്, അതായത് ഓക്ക് പ്ലാന്റിൻ്റെ ഡെഡ് സെൽസിനെ പുള്ളി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു സ്ലൈസ് എടുത്തിട്ട്, അതായത് ചെറിയൊരു കഷ്ണം ആ ഓക്ക് പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട്, ബാർക്കിൽ നിന്ന് എടുത്തിട്ട് പുള്ളി അത് നോക്കുന്നുണ്ടായിരുന്നു. സോ ബാർക്കിൽ നിന്നാണ് എടുത്തത്. സോ അതൊരു ഡെഡ് സെല്ലായിരുന്നു. എന്നിട്ട് പുള്ളി നോക്കുമ്പോൾ പുള്ളിക്ക് ജയിലിലത്തെ, അതായത് പ്രിസണിലത്തെ സെല്ല് പോലത്തെ കുറേ കമ്പാർട്ട്മെൻറ്റ് കണ്ടു. അതിൻ്റെ ഉള്ളിൽ എം ടി ആയിരുന്നു, എം ടി കമ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു. അതിനെയാണ് പുള്ളി സെല്ലുല എന്ന് വിളിച്ചത്. സോ അപ്പോൾ പുള്ളി കണ്ടത് എന്താണ്? പ്ലാന്റ്സിൻ്റെ സെൽ വോളാണ്, ആ ഡെഡ് സെല്ലിൻ്റെ ബാർക്കിൽ നിന്നാണ് എടുത്തത്. സോ ഇത് ഹണി കോംബ്, അതായത് തേനീച്ചയുടെ കൂട് പോലത്തെ ഒരു സ്ട്രക്ചറാണ് പുള്ളിക്ക് കണ്ടത്. സോ പുള്ളി എം ടി കമ്പാർട്ട്മെൻറ്റ് കണ്ടതോടെ അതിനെ സെല്ലുല എന്ന് പുള്ളി വിളിച്ചു. സോ അത് കാണാൻ ഹണി കോംബ് സ്ട്രക്ചറായിരുന്നു. എന്നിട്ട് പുള്ളി കണ്ടത് സെൽ വോളിനെ ആയിരുന്നു. സോ ഇങ്ങനെയാണ് റോബർട്ട് ഹുക്ക് ആദ്യം സെല്ലെന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിനെ പുള്ളി 1665 കണ്ടത്. അതും ക്വയർക്കസ് സബ്രസ്, അതായത് ഓക്ക് പ്ലാന്റ്സ് എന്നാണ് പുള്ളി ആദ്യമായിട്ട് കണ്ടത്. ക്ലിയർ ആണല്ലോ ഇത്രയും? പിന്നീട് ആന്റൺ വോൺ ലുവൻഹുക്ക്, പുള്ളിയാണ് ലിവിങ് സെല്ലിനെ ആദ്യമായിട്ട് കണ്ടത്. സോ പുള്ളി എന്തൊക്കെയാണ്, അതായത് ഏതിലൊക്കെ, അതും 1674 പുള്ളി ആദ്യം കണ്ടത് ലിവിങ് സെൽ. അതായത് 9 years ആഫ്റ്റർ റോബർട്ട് ഹുക്ക് സീയിങ് ദ സെൽ, ആന്റൺ വോൺ ലുവൻഹുക്ക് ഡിസ്കവേർഡ് ദ ലിവിങ് സെൽ. റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് ഓൾഡ് സെൽ, ഡെഡ് സെൽ ഫ്രം ഓക്ക് പ്ലാന്റ്സ്, അതിൻ്റെ ബാർക്കിൽ നിന്ന്. സോ ആന്റൺ വോൺ ലുവൻഹുക്കാണ് ആദ്യമായിട്ട് ലിവിങ് സെല്ല് കണ്ടത്. പുള്ളി എന്താണ് കണ്ടത്?
ആന്റൺ വോൺ ലുവൻഹുക്ക് സെല്ല് ലിവിങ് സെല്ല് കണ്ടു എന്ന് പറഞ്ഞു സാർ. പക്ഷെ പുള്ളി കണ്ടത് എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും. സോ പുള്ളി കണ്ടത് മൊട്ടൈൽ പ്രോട്ടോസോവൻ. പ്രോട്ടോസോവൻ എന്ന് വെച്ചാൽ അതൊരു ഓൾഡ് ലിവിങ് ഇതാണ്. അതായത് പ്രോട്ടോ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ്, സോവൻ എന്ന് വെച്ചാൽ മോട്ടൈൽ ലിവിങ് ഓർഗാനിസം. സോ പ്രോട്ടോസോവൻ അത് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയും. അതാണ് പുള്ളി, അത് കണ്ടിട്ടാണ് പുള്ളി ആദ്യം ലിവിങ് സെല്ലിനെ ഡിസ്കവർ ചെയ്തത്. അത് പിന്നെ സ്പേംസ് ആൻഡ് മെനി ബാക്ടീരിയ പുള്ളി കണ്ടിട്ടാണ് ലിവിങ് സെല്ല്, കാരണം അത് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളി 1674 പുള്ളി ലിവിങ് സെൽ കണ്ടത്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഡിസ്കവറി ചെയ്തതിന് ശേഷമാണ് റോബർട്ട് ബ്രൗൺ. ഞാനിതെങ്ങനെയാണ് ഓർത്ത് വെച്ചത് എന്ന് പറഞ്ഞാൽ, ബ്രൗണിനെ ഞാൻ സ്പെല്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നത് ബ്രൗണു എന്നായിരുന്നു, ബ്രൗണു. സോ ഈ ബ്രൗണിനെ ന്യൂ എന്നാക്കിയാൽ ന്യൂക്ലിയസ് ഇൻ 1831 ആണ് പുള്ളി കണ്ടത്. സോ 1674 ന്യൂ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ആന്റൺ വോൺ ലുവൻഹുക്ക് 2 മാഗ്നിഫൈയിങ് ഗ്ലാസസ്, ഇങ്ങനെ ലെൻസസ് ഇതുപോലെ ക്രോസ് ആയിട്ട് മുകളിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ വേറൊരെണ്ണം വെച്ചിട്ട്, ഒരു 5x സൂം മാഗ്നിഫിക്കേഷൻ ഉള്ള ഒരു ലെൻസും 10x മാഗ്നിഫിക്കേഷൻ ഉള്ള ഒരു ലെൻസും എടുത്തിട്ടാണ് പുള്ളി രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് പുള്ളി നോക്കിയത്. സോ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്തിനാ കണ്ടുപിടിച്ച്, ഈ സെൽസ് തന്നെ നോക്കിയാൽ പോരേനോ എന്ന് ചോദിക്കും. പക്ഷേ കുറേ ലെൻസ് വെച്ചാൽ ക്ലാരിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ ഡിസ്കവർ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസ്കവറി ചെയ്തത്. ക്ലിയർ അല്ലേ ഇത്രയും? ഓക്കെ. സോ ഇനി റോബർട്ട് ബ്രൗൺ നോക്കിയ ആ ഫോട്ടോ ആണ് ഇത്. റോബർട്ട് ഹുക്കിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അതിൻ്റെ പേരാണ് മൈക്രോഗ്രാഫിയ. സോ റോബർട്ട് ഹുക്ക് പുള്ളിയുടെ ബുക്കിൽ ഈ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെയാണ് എംപ്റ്റി കമ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇതിനെയാണ് പുള്ളി സെല്ലുല എന്ന് വിളിച്ചത്. ഇതാണ് പുള്ളിക്ക് കണ്ട സെൽ വാളും കൂടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്ര? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ സം ബേസിക് ടേംസും പഠിച്ചു. പിന്നീട് സെല്ലിനെ കുറിച്ചിട്ടുള്ള ചില സയൻറ്റിസ്റ്റുകളുടെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനും കൂടി പഠിച്ചു. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഇൻട്രൊഡക്ഷന് കടക്കാൻ പോകുന്നത്. വാട്ട് മേക്സ് എ ലിവിങ് ഓർഗാനിസം ലിവിങ്? ഈ ക്വസ്റ്റ്യൻ ഇതിൽ മാത്രമല്ല, ലിവിങ് വേൾഡ് എന്നുള്ളൊരു ചാപ്റ്ററിലും നമ്മൾ പഠിക്കും. അതിൽ നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഒരു ലിവിങ് സെല്ലിനെ അതായത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അതായത് റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, പിന്നീട് സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ് ഒക്കെ പഠിക്കും. സോ ഇതിൽ നമ്മൾ സെല്ലിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ പറയും ഒരു ലിവിങ് ഓർഗാനിസത്തിനെ അത് ലീവിങ് ആണ്, അതായത് ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അത് ലീവിങ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൽ സെല്ലുലാർ ഓർഗനൈസേഷൻ ഉള്ളത് ഡിഫൈനിങ് ഫീച്ചറാണ്. ഡിഫൈനിങ് എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ വേറൊരു തർക്കമില്ല. ഒരു സാധനത്തിൽ സെല്ലുലാർ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് 100% ലിവിങ് ആണ് എന്നാണ് ഈ ഡിഫൈനിങ് ഫീച്ചർ മീൻ ചെയ്യുന്നത്. ആൻഡ് നത്തിങ് ലെസ് ദാൻ എ സെൽ ക്യാൻ സർവൈവ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് മിനിമം ഒരു ലിവിങ് സാധനം ആണ് എന്ന് ഉണ്ടെങ്കിൽ അതിൽ ഇത്ര കാര്യങ്ങൾ ഉണ്ടായേ പറ്റൂ, സെല്ലിലുള്ളത്ര കാര്യം ഉണ്ടായേ പറ്റൂ. സോ നിങ്ങൾ ചോദിക്കും, സാറേ വൈറസ് ലിവിങ് ആണോ? അതിന് സെല്ലില്ലല്ലോ എന്ന് ചോദിക്കും. വൈറസ് ലിവിങ് അല്ല. ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ലിവിങ് ആൻഡ് ഇൻസൈഡ് ദ ഹോസ്റ്റ് സെൽ ഇറ്റ് ഈസ് ലിവിങ്. സോ വൈറസ് ഈസ് നോട്ട് എ ലിവിങ് സെൽ. ക്ലിയർ ആണല്ലോ? ഇനിയാണ് സെല്ലെന്ന് പറഞ്ഞു, ഒക്കെ മനസ്സിലായി. ഇനി എന്തൊക്കെ ടൈപ്പാണ് സെല്ലുള്ളത്? ഒറ്റ സെല്ലാണോ ഉള്ളത്, അതായത് കുറേ സെല്ല് ചേർന്നിട്ടാണോ ഉള്ളത് എന്ന് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും. സോ അതിന് എൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ 2 types ഓഫ് സെൽസ് ആണുള്ളത്. അതായത് 2 types എന്നല്ല, സെൽസ് സിംഗിളായിട്ടും എക്സിസ്റ്റ് ചെയ്യും, കുറേ സെൽസ് ഒന്നിച്ചും എക്സിസ്റ്റ് ചെയ്യും. സോ ഒറ്റ സിംഗിൾ സെല്ലാണെങ്കിൽ അതിനെയാണ് യൂണിസെല്ലുലാർ എന്ന് പറയാം. സോ ഓർഗാനിസംസ് കണ്ടെയ്നിങ് സിംഗിൾ സെൽ ഓൺലി ആർ കോൾഡ് ആസ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, ഒറ്റ സെല്ലാണ്. സോ അതിൻ്റെ അർത്ഥം ദേ ക്യാൻ സർവൈവ് ഇൻഡിപെൻഡൻ്റ്ലി, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പിന്നീട് ഒറ്റയ്ക്ക് തന്നെ ആ ഒറ്റ ചെറിയ സെല്ലിന് തന്നെ എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ആ ഒരു സിംഗിൾ സെല്ലിൻ്റെ പ്രത്യേകത. ഓക്കെ അല്ലേ? ഇതിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, അമീബ ആൻഡ് മൈക്കോപ്ലാസ്മ.
മൈക്കോപ്ലാസ്മയെ കുറിച്ചിട്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും പഠിക്കും. ബാക്ടീരിയ മൊത്തം കിങ്ഡം മൊണേറയിലാണ് വരിക, അതും നമ്മൾ പഠിക്കും. അമീബയും നമ്മൾ പഠിക്കും. അമീബ പ്രോട്ടോസോൺസിലാണ് വരിക, അതും നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ചാൽ ഓർഗാനിസം ഹാവിങ് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ കോൾഡ് ആസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതിന് എക്സാമ്പിളാണ് ഹ്യൂമൻസ്, മാംഗോ ട്രീ. സോ അത് മാത്രമല്ല, യൂണിസെല്ലുലാറിൽ ഒരു സെല്ലാണ് എല്ലാ ഫങ്ഷനും ചെയ്യുക. മൾട്ടി സെല്ലുലാർ ഓർഗാനിസിൽ ഓരോ സെല്ലിനും ഓരോ ടാസ്ക്കാണ് കൊടുത്തിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നീട് 1950s ഞാൻ പറഞ്ഞു സെല്ലിനെ കുറിച്ചിട്ട് അത്രയൊക്കെ 1665 1674 പഠിക്കാൻ പറ്റിയത്. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത് എപ്പോഴാണ്? 1800s. എപ്പോഴാണ്? 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസിനെ ഡിസ്കവറി ചെയ്തത്. സോ ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറി അന്ന് പറ്റിയായിരുന്നു. ബട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്, അതായത് വേറെ ഓർഗൻസൊക്കെ ഉണ്ടല്ലോ യൂക്കാരിയോട്ട് സെൽസിൻ്റെ ഉള്ളിൽ, അതൊക്കെ പഠിച്ചത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഡിസ്കവറീസ്, അതായത് 1950s കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഡിസ്കവറി നടന്നത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് മോസ്റ്റ് ഓഫ് ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ സെൽ ലൈക്ക് സ്ട്രക്ചർ ഓഫ് റൈബോസം, സെൽ മെംബ്രെയിൻ വെർ ഡെസിഫേർഡ്. അതായത് അതിന് ശേഷമാണ് സ്ട്രക്ചറൊക്കെ നമ്മൾക്ക് കിട്ടിയത്. മൈക്രോസ്കോപ്പിൻ്റെ ഡിസ്കവറിക്ക് ശേഷമാണ് റൈബോസം പോലത്തെ മൈന്യൂട്ട് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമ്മൾക്ക് പഠിക്കാൻ പറ്റിയത്. ഓക്കെ. ഇനി സെല്ല് എന്താണെന്ന് മനസ്സിലായി, സെല്ലിനെ കണ്ടുപിടിച്ചതാരാ എന്നും മനസ്സിലായി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി കണ്ടുപിടിച്ചതിന് ശേഷമാണ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസും നമ്മൾക്ക് മനസ്സിലായി എന്ന് നമ്മൾക്ക് ഇത്രത്തോളത്തിലുള്ള ഡിസ്കഷനിൽ ഒരു ഐഡിയ കിട്ടി. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ തിയറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. സോ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ സെൽസ് ആർ യൂണിഫൈഡ് ബൈ സെൽ തിയറി. സോ സെൽ തിയറി എന്ന് പറഞ്ഞാൽ അതൊരു സെല്ലിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് സെൽ തിയറി നമ്മൾക്ക് കൊടുക്കുന്നത്. സോ ഈ ഒരു തിയറി 2 സയൻറ്റിസ്റ്റാണ് കൊടുത്തത്, സ്ക്ലീഡനും ഷ്വാനനും. സോ സ്ക്ലീഡൻ ഇൻ 1838 ആണ് സെൽ തിയറിയുടെ പോസ്റ്റുലേറ്റ് കൊടുത്തത്. ഷ്വാനൻ 1839 പുള്ളിയുടെ ചില ഹൈപ്പോത്തസിസ് കൊടുത്തത്. ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറഞ്ഞു പക്ഷെ അതിന് പ്രൂഫില്ല, എന്നാലാണ് ഇതിനെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ സ്ക്ലീഡൻ എന്ന് വെച്ചാൽ ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. സോ ഇതും പോലും എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, സ്ക്ലീഡൻ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു, സുവോളജിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പോലും ചോദിക്കും. ഓക്കെ. PYQs നിങ്ങൾക്ക് കാണാം. സോ സ്ക്ലീഡൻ എന്ന് വെച്ചാൽ പുള്ളി, അതൊരു ട്രിക്ക് ഉണ്ട്. ഷ്വാൻ എന്ന് വെച്ചാൽ അത് നമ്മളുടെ ന്യൂറോണിൽ ഉള്ള ഒരു സെല്ലാണ് ഷ്വാൻ സെൽസ്. സോ ന്യൂറോൺ എന്ന് വെച്ചാൽ അത് സുവോളജിയിലാണ് വരിക, നമ്മളുടെ ബ്രെയിൻസിലുള്ള സെൽസാണ് ന്യൂറൽ സെൽസ്. അതായത് നെർവ് സെൽസ് നമ്മളുടെ ബ്രെയിനിലുള്ള സെൽസാണ്. സോ ഷ്വാൻ സെൽസ് എന്ന് വെച്ചാൽ ആ നെർവിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ബ്രിട്ടീഷ് സുവോളജിയിലാണ് ഷ്വാൻ സെൽസ് വരിക. സോ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നും ഓർത്ത് വെക്കാം. സോ സ്ക്ലീഡൻ എന്ന് വെച്ചാൽ ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. 1838 സ്ക്ലീഡൻ എല്ലാ പ്ലാന്റ്സിനെയും പഠിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞു സോ വേണമെങ്കിൽ, എന്നിട്ട് പുള്ളി പറഞ്ഞു, അതായത് സ്ക്ലീഡൻ പറഞ്ഞു, അതായത് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് സെൽസ്. അതാണ് റിസർച്ച്ഡ് ഓൺ മെനി പ്ലാന്റ്സ് ആൻഡ് കൺക്ലൂഡഡ് ദാറ്റ് ദ ബോഡി ഓഫ് ദ പ്ലാന്റ്സ് ഈസ് ഫോംഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് സെൽസ് വിച്ച് ഫോം ഡിഫറെൻറ്റ് ടിഷ്യൂസ്. അപ്പോൾ സ്ക്ലീഡൻ എന്ന് വെച്ചാൽ ബോട്ടണിസ്റ്റാണ്. സോ പുള്ളി സീരിയസ് ആയിട്ട് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് മാത്രം പഠിച്ചു. പുള്ളി പ്ലാന്റ്സിനെ നോക്കി, എന്നിട്ട് വേറെ വേറെ പാർട്സും നോക്കി, എന്നിട്ട് പറഞ്ഞു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ദേ ഫോം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. ഡൺ, അണ്ടർസ്റ്റഡ്. അതാണ് സ്ക്ലീഡൻ പറഞ്ഞത്. ഷ്വാനൻ എന്ന് പറഞ്ഞാൽ
ശ്വാനൻ ഒരു സുവോളജിസ്റ്റ് ആയിരുന്നു. സോ ശ്വാനൻ 2 കാര്യങ്ങളും നോക്കി. ശ്വാനൻ ആദ്യം പ്ലാന്റ് സെല്ല് നോക്കി. ആദ്യം പുള്ളി ആനിമൽ സെൽസിന് റിസർച്ച് ചെയ്തു. എന്നിട്ട് പുള്ളി ആനിമൽ സെൽസിൽ ഒരു ഔട്ടർ ലെയർ കണ്ടു. എന്നിട്ട് അതിന് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്വാനൻ എന്ത് ചെയ്തു? ശ്വാനൻ ഒരു പ്ലാന്റ് സെല്ലിനെയും എടുത്തു. എന്നിട്ട് പറഞ്ഞു പ്ലാന്റ്സിൽ സെൽ വാളിൻ്റെ മുകളിൽ വേറൊരു വാളും കൂടിയുണ്ട്, അതിനെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നും കൂടി വിളിച്ചു. സോ ക്ലിയറായി പറഞ്ഞാൽ സെൽ തിയറി എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ സെൽ തിയറി എന്താണ് എന്ന് ഞാൻ പിന്നീട് പറയും. സോ ക്ലിയർ ആയല്ലോ സെൽ തിയറി എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ സ്ക്ലീഡനും ശ്വാനനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ക്ലീഡൻ ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആണ്. ഇൻ 1838 സ്ക്ലീഡൻ വേരിയസ് പ്ലാന്റ്സിനെ കണ്ടു. എന്നിട്ട് വേരിയസ് പാർട്സ് കണ്ടിട്ട് പറഞ്ഞു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ്, അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ദേ ഫോം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്ന് സ്ക്ലീഡൻ പറഞ്ഞു. ശ്വാനൻ എന്ത് ചെയ്തു? ആ ടൈമിൽ he saw the cell wall അല്ലെങ്കിൽ സെൽ വാൾ ഓഫ് പ്ലാന്റ്സ് ആൻഡ് he also saw, അതായത് ആദ്യം ശ്വാനൻ, അതായത് ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് 1839 ആനിമൽ സെൽസിനെ സ്റ്റഡി ചെയ്തു. എന്നിട്ട് അതിൽ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്നൊരു ഔട്ടർ ലെയർ ഉണ്ട് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് പ്ലാന്റ് സെല്ലിനെയും റിസർച്ച് ചെയ്തു. ആര്? ശ്വാനൻ ഇൻ 1839. എന്നിട്ട് പറഞ്ഞു സെൽ വാൾ ഉള്ളത് പ്ലാന്റ് വാളിൻ്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ. സോ എന്നിട്ട് 1839 ശ്വാനൻ ഒരു ഹൈപ്പോത്തസിസ് കൊടുത്തു, അതായത് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഫോംഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ എന്ന്. സോ പിന്നീട് അവർ രണ്ടാളും ചേർന്നു. എന്നിട്ട് ശ്വാൻ എന്താ പറഞ്ഞേ? ശ്വാൻ ഒരു ഹൈപ്പോത്തസിസ് കൊടുത്തു. ഹൈപ്പോത്തസിസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അതായത് ഒരു ഊഹം. ശ്വാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, നോട്ട് ചെയ്യണം, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് മാത്രമേ ശ്വാൻ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടില്ല. സോ ശ്വാൻ എന്താ പറഞ്ഞേ? ഓൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ഫോംഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ് എന്ന്. പിന്നീട് സ്ക്ലീഡനും ജോയിൻ ചെയ്തു. എന്നിട്ട് സ്ക്ലീഡൻ എന്ത് പറഞ്ഞു? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ ഫോംഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ എന്ന്. സോ സ്റ്റേറ്റ്മെന്റ് വരും ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ ഫോംഡ് ഓഫ് സെൽസ് ആൻഡ് സെൽ പ്രൊഡക്റ്റ്. ആരാണ് പറഞ്ഞത്? രണ്ടാളും ചേർന്നാണ് പറഞ്ഞത്. സോ അതാണ് സെൽ തിയറി ആണ് ഇത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ ഫോംഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ് എന്നുള്ളത്. ശ്വാൻ എന്താ പറഞ്ഞത്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സെൽ തിയറി എന്താ പറയുന്നത്? ഓൾ ഓർഗാനിസംസ്. ഓൾ ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതിൽ മൈന്യൂട്ടായിട്ടുള്ള ബാക്ടീരിയ, ഫംഗസ് ഒക്കെ വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇവർ രണ്ടാളും സെൽ തിയറി പറഞ്ഞു, അതായത് എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയത് സെൽസ് ആൻഡ് ദെയർ പ്രൊഡക്ട്സ് എന്ന്. പക്ഷെ ഇവർ ആദ്യത്തെ സെൽ എങ്ങനെയാണ് ഉണ്ടായി, അതായത് മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നത് എന്നുള്ളതിന് ഉത്തരമില്ലാത്തതുപോലെ ഇവരും സെൽസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം സെല്ല് എവിടുന്നാ വന്നത് എന്നുള്ളത് ഇവർക്കും അറിയില്ല. അതായത് ആദ്യമായിട്ട് സെല്ല് വന്നത് എവിടെയാണെന്ന് ഇവർക്ക് അറിയില്ല, ശ്വാനനും സ്ക്ലീഡനും. സോ അതായിരുന്നു അവരുടെ ഡീമെറിറ്റ്. സോ എന്നിട്ട് ആ ഡീമെറിറ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റുഡോൾഫ് വെർച്ചോ 1855 ഫൈനൽ ഷേപ്പ് കൊടുത്ത് മോഡിഫൈ ചെയ്ത് സെൽ തിയറീനെ. എന്നിട്ട് റുഡോൾഫ് വെർച്ചോ ആണ് ഒമ്നിസ് സെല്ലുലാർ ഈ സെല്ലുലാർ എന്ന് പറഞ്ഞത്. അതായത് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് മുന്നേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള സെല്ലെന്നാണ് പുതിയ സെല്ല് ഉണ്ടാവുക എന്നാണ് റുഡോൾഫ് വിർച്ചോ 1855 പറഞ്ഞത്. ക്ലിയർ അല്ലേ? സോ സെൽ തിയറിക്ക് എക്സെപ്ഷൻ ആണ് വൈറസ്, കാരണം വൈറസ് ഒരു ലിവിങ് സെൽ അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ NCERT നമുക്കൊന്ന് വായിക്കാം. ഓക്കെ. വെൻ യു ലുക്ക് അറൗണ്ട് യു സീ ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. You must have wondered and asked yourself, what is it that makes an organism living? So, what is that inanimate thing does not have, which a living thing has? The answer to this is the presence of basic unit of life, the cell, in all living organisms. All living organisms, all living organisms
സം ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്റ്റ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. All living organisms are composed of cells. Some are composed of single cells and are called as unicellular organisms, while others like us composed of many cells are called as multicellular organisms. Clear alle? Ini what is a cell? Unicellular organisms are capable of independent existence, performing the essential functions of life. Anything less than a complete structure of a cell does not ensure independent living. Clear alle? Hence, cell is the fundamental structural and functional unit of all living organisms. ഇനിയാണ് സെല്ല് എവിടുന്ന് കണ്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. ആന്റൺ വോൺ ലിവൻഹ്യൂഗ് ഫസ്റ്റ് സോ ആൻഡ് ഡിസ്ക്രൈബ്ഡ് എ ലൈവ് സെൽ. റോബർട്ട് ബ്രൗൺ ലേറ്റർ ഡിസ്കവേർഡ് ന്യൂക്ലിയസ്. The invention of microscope and its improvement leading to the electron microscope revealed all the structural details of the cell. ഇനിയാണ് സെൽ തിയറി. In 1838, Matthias Schleiden, a German botanist, examined a large number of plants and observed that all plants are composed of all നോക്കി വെക്കാം, കാരണം ഇത് സം പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വരും. All plants are composed of different kinds of cells which form the tissues of the plant. At the same time, Theodor Schwann, 1839, a British zoologist, studied a different type of animals and reported that cells had a thin outer layer which is known as plasma membrane. He also concluded, based on his study on plant tissues, that the presence of cell wall is unique character of plant cells. On the basis of this, Schwann proposed the hypothesis that the bodies of animals and plants are composed of cells and products of cell. Clear alle? Bodies of plants and animals, not all organisms. അതാണ് ഷ്വാനിൻ്റെ ഹൈപ്പോത്തസിസ്. പിന്നീട് Schleiden and Schwann together formulated cell theory. This theory, however, did not explain as how new cells were formed. Okay? Clear അല്ലേ? റുഡോൾഫ് വിർച്ചോ 1855, ഇത് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇയർ? 2019 ചോദിച്ചത്. അതായത് ഇൻ വിച്ച് ഇയർ റുഡോൾഫ് വിർച്ചോ സെറ്റ് ഒമ്നിസ് സെല്ലുലാർ ഈ സെല്ലുലാർ എന്നുള്ളത് എക്സ്പ്ലെയിൻഡ്. റുഡോൾഫ് വിർച്ചോ 1855 എക്സ്പ്ലെയിൻഡ് ദാറ്റ് സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. He modified the hypothesis of Schleiden and Schwann to give cell theory a final shape. Cell theory as understood today is all living organisms are composed of cells and products of cell, and all cells arise from pre-existing cells. Okay? Clear അല്ലേ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിയോഡർ ഷ്വാൻ നെയിം ദ ഔട്ടർ ലെയർ ഓഫ് സെൽ വിച്ച് ഈസ് ടുഡേ നോൺ ആസ് സെൽ മെംബ്രെയിൻ. ഓക്കെ, ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മോലെമ്മ. ഒമ്നിസ് സെല്ലുലാർ ഈ സെല്ലുലാർ ഈസ് ജനറലൈസേഷൻ ഗിവൻ ബൈ, ഇപ്പോൾ ഇവിടെ പഠിച്ചു, റുഡോൾഫ് വിർച്ചോ 1855. ഒമ്നിസ് സെല്ലുലാർ ഈ സെല്ലുലാർ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ തിയറി. സെൽ തിയറിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അതായത് ന്യൂ സെൽ അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ആൻഡ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് സെൽ പ്രൊഡക്റ്റ്. സോ ഇതിനുത്തരം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ശരി, 2 ശരി, ഡി ആണ് ഉത്തരം. ഓൾ സെൽസ് ആർ ലിവിങ് അല്ല, എല്ലാ സെൽസും ലിവിങ് അല്ല. സെൽ തിയറിയുടെ പോസ്റ്റുലേറ്റ് അല്ല അത്. ഓക്കെ, ഓൾ സെൽസ് ആർ ലിവിങ് എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബട്ട് സെൽ തിയറി ആണോ അത് പറയുന്നത്? നോ. സോ അത് സെൽ തിയറിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഗിവൺ ബൈ. നമ്മൾക്ക് ചിന്തിച്ച് നോക്കാം. അതായത് ഓൾ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ സെൽ തിയറി സാറേ. ഓൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്ന് വെച്ചാൽ ആരാണ്? ശ്വാനൻ ആണ്. ശ്വാനൻ അല്ല, ശ്വാനാണ്. നമ്മൾ ഇച്ചിരി ഇതായിട്ട് ഇതിനെ പറയുന്നതാണ് ശ്വാനൻ എന്ന്. ശ്വാനാണ്. ഓക്കെ, സോ ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ്. ആരാ പറഞ്ഞത്? സ്ക്ലീഡൻ ആണ് പറഞ്ഞത്. ശ്വാൻ എന്താ പറഞ്ഞത്? ശ്വാൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്നാണ് പറഞ്ഞത്. സെൽ തിയറി ഓൾ ഓർഗാനിസംസ്. സോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ജർമ്മൻ ബൊട്ടാണിസ്റ്റായ സ്ക്ലീഡൻ ആണ് അത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഞാൻ എന്താണ് ഇതുവരെ പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് ആക്റ്റീവ് റീകോളായി ചെയ്താൽ
എന്തൊക്കെ പറഞ്ഞു? ആദ്യം പറഞ്ഞു ബേസിക് ടേംസിനെ കുറിച്ച് പഠിച്ചു നമ്മൾ ബയോളജിയുടെ. എന്നിട്ട് നമ്മൾ സെല്ലിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടും പറഞ്ഞു. റോബർട്ട് ഹുക്ക് 1665 അതായത് ക്വേർക്കസ് സബ്രസ് ഇതിൻ്റെ ബാർക്കിൽ നിന്ന് ഡെഡ് സെൽ ഡിസ്കവർ ചെയ്തു 1665 എന്ന് പറഞ്ഞു. പിന്നീട് ആന്റൺ വോൺ ലൂവൻഹ്യൂക്ക് സ്പെർമും പിന്നെ പ്രോട്ടോസോവയും ബാക്ടീരിയനും ഒക്കെ 2 ലെൻസ് മുകളിൽ വെച്ചിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് പുള്ളി എപ്പോഴാണ് 9 years ലേറ്റർ അതായത് 1674 ലിവിങ് സെല്ലിനെ ഡിസ്കവർ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നീട് 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് 1950s അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഡിസ്കവറി ചെയ്തതിന് ശേഷം നമ്മൾ റൈബോസോം പോലത്തെയുള്ള സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് മൈക്രോഗ്രാഫിയ എന്നുള്ള റോബർട്ട് ഹുക്കിൻ്റെ ബുക്കിൽ ഉള്ള ഒരു ഇമേജ് നമ്മൾ കണ്ടു. അതിൽ എംപ്റ്റി കമ്പാർട്ട്മെൻറ്റ് കണ്ടു. അതിനെയാണ് സെല്ലുല എന്ന് വിളിച്ചത്. അതിനുശേഷം നമ്മൾ ലിവിങ് ഓർഗാനിസത്തിലെ ഡിഫൈനിങ് ഫീച്ചറാണ് സെല്ല് എന്ന് പറഞ്ഞു. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്താണ്? ഒരു സെല്ലും എല്ലാ ഫങ്ഷനും ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സിംഗിൾ സെൽ വിച്ച് ക്യാൻ പെർഫോം എവറി ഫങ്ഷൻസ് ഫോർ ലിവിങ് ആർ കോൾഡ് ആസ് യൂണിസെല്ലുലാറും. മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ട് അവരൊക്കെ ചേർന്നിട്ടാണ് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഉണ്ടാക്കുക. സോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഓരോ സെല്ലിന് അതായത് ഡിഫറെൻറ്റ് സെൽസ് ആർ ഗിവൺ ഡിഫറെൻറ്റ് ടാസ്ക്. അതായത് ഓരോ സെല്ലിന് അതിൻ്റെതായ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് സെൽ തിയറി, അതായത് സെൽ തിയറി എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. സെൽ തിയറി എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ആ സെൽ തിയറി എങ്ങനെയാണ് വന്നത്? അതായത് മോഡിഫൈഡ് സെൽ തിയറി എന്താണ്? മോഡിഫൈഡ് സെൽ തിയറിയിൽ അതായത് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ് ആൻഡ് അതായത് ന്യൂ സെൽസ് എക്സിസ്റ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നും നമ്മൾ മനസ്സിലാക്കി. സോ ആ സെൽ തിയറി വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 1838 ജർമ്മൻ ബോട്ടണിസ്റ്റായ മത്തിഹാസ് ക്ലീഡൻ ആദ്യം എല്ലാം പ്ലാന്റ്സിൻ്റെ പാർട്സിനെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ടായിരുന്നു. സോ മത്തിഹാസ് ക്ലീഡൻ കൺക്ലൂഡഡ് ദാറ്റ് ദ പാർട്സ്, അതായത് ഡിഫറെൻറ്റ് parts of the cell, different parts of the plants are made up of different kinds of cells and those cells forms tissues എന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് എന്നും കൂടി പഠിച്ചു. പിന്നീട് 1839 ഷ്വാൻ ആ ടൈമിൽ പ്ലാന്റ് സെൽസിനെ അതായത് ആനിമൽ സെൽസിനെ ആദ്യം പഠിക്കുന്നുണ്ടായിരുന്നു. സോ ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് സെൽ മെംബ്രെയിൻ വാസ് യുണീക്ക് ഫീച്ചർ ഓഫ് ആനിമൽ സെൽസ് ആൻഡ് ദെൻ ഹി സോ the plant cells and he concluded that the presence of cell wall is the unique characteristics of plants, and then he put the hypothesis that all plants and animals are made up of cells and cell products എന്ന്. സോ ആ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്തിട്ട് മത്തിഹാസ് ക്ലീഡൻ എന്ത് പറഞ്ഞു? നിങ്ങൾ തന്നെ ചിന്തിക്ക്. അതായത് പുള്ളി പറഞ്ഞു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്, അതായത് പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ദേ ഫോം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് എന്നും പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൊളാബ് ചെയ്തിട്ടാണ് ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് സെൽസ് അല്ലെങ്കിൽ സെൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു. അതാണ് സെൽ തിയറി. ഓക്കെ, അതിൻ്റെ ഡീമെറിറ്റ് എന്തായിരുന്നു? സ്ക്ലീഡനും ഷ്വാനും പറഞ്ഞില്ല പുതിയ സെൽസ് എവിടുന്നാണ് ഉണ്ടായെന്ന്. അതിനാണ് 1855 റുഡോൾഫ് വിർച്ചോ മോഡിഫൈ ചെയ്തിട്ട് ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്, അതായത് ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മളതിൻ്റെ NCERTയും പഠിച്ചു. സോ എവറിത്തിങ് ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ ലെക്ചർ നോട്ട്സ് ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ
ഇടുന്നതായിരിക്കും. സോ ഇതാണ് റാങ്കേഴ്സ് നീറ്റ് 2026 ഫസ്റ്റ് ബയോളജിയിലത്തെ ബോട്ടണിയിലത്തെ ക്ലാസ്. സോ അടുത്ത ക്ലാസ് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. സോ നോക്കി പഠിച്ച് റിവൈസ് ചെയ്തിട്ട് വരിക എല്ലാവരും. സോ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ ഇത് ഫസ്റ്റ് ക്ലാസ്സാണ് റാങ്കേഴ്സ് നീറ്റിൻ്റെ. സോ അത് ഫ്രീ ക്ലാസ് ആയിരിക്കും, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലായിരിക്കും ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SC നീറ്റ് അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വെറും 1000 റുപ്പി പെർ മന്താണ് വിത്ത് മെൻറ്റർഷിപ്പും 500 റുപ്പീസാണ് വിത്തൗട്ട് മെൻറ്റർഷിപ്പും നമ്മളുടെ ബാച്ച് ഉള്ളത്. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരു നമ്പർ തരാം. ആ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ആ നമ്പറിന് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യുന്നതാണ്. സോ അതുവരെ താങ്ക് യു. മേ ദ ഗോഡ്സ് വാച്ച് ഓവർ യു. ബൈ ബൈ.